പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും വിശുദ്ധായി അവസരം. ഈശോയ്ക്കൊരു വീടുണ്ടായിരുന്നു. മർക്കോസ് സുവിശേഷകൻ പറയുന്നത് അങ്ങനെയാണ്. ഈശോ വീട്ടിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി. നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നത് ആളെ എവിടെയാണ്, വീട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ചില്ല. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഈശോ വീട്ടിലുണ്ടെന്ന്. അപ്പോൾ നിരവധി ആളുകൾ ഒന്നിച്ചു. എക്കാലത്തും മനുഷ്യന് സുഖമായി ജീവിക്കുക എന്നുള്ളത് അവന്റെ ആഗ്രഹമാണ്. സുഖമായിട്ട് കഴിയണമെങ്കിൽ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ആവശ്യമുണ്ട്, മാനസികമായ ആരോഗ്യം ആവശ്യമുണ്ട്. ശരീരത്തിനും സുഖത്തിനും ഒക്കെ സൗഖ്യമുള്ള വ്യക്തിയാണൊരു സമ്പൂർണ്ണ സൗഖ്യമുള്ള വ്യക്തി എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ മനുഷ്യജീവിതത്തിന്റെ ഏത് കാലഘട്ടങ്ങളിലും മനുഷ്യന് ശാരീരികമായ രോഗം വരാം, അതുപോലെ മാനസികമായ രോഗം യേശുവിന്റെ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ ഇവിടെ തളർവാദ രോഗി, നമ്മളിത് പറയാറുണ്ട്, സ്ട്രോക്ക് എന്ന് പറയാറ്, തളർന്ന് ഒരു വശം തളർന്നു കിടക്കുക, ഏക്കാനും നടക്കാനായിട്ടും കഴിയുന്നില്ല. അങ്ങനെയുള്ള രോഗിയെ കിടക്കയും എടുത്ത് കട്ടിലിൽ കൊണ്ടുവന്നു, കിടക്കയും എടുത്ത് കട്ടിലിൽ കൊണ്ടുവന്നു വീടിന്റെ മേൽക്കൂര പൊളിച്ച് താഴെ കിടക്കി എന്നാണ് വചനത്തിൽ പറയുന്നത്. ഇതിനെ ആസ്പദമാക്കി ആളുകൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് തുടർന്ന് നമ്മുടെ സുവിശേഷത്തിൽ കാണുന്നത്. ഈ ആധുനിക കാലഘട്ടത്തില് ഗവേഷണങ്ങൾ ഒത്തിരി പുരോഗമിക്കുന്നു. പല രീതിയിലാണ് ഗവേഷണങ്ങൾ. ഒന്ന്, മനുഷ്യന്റെ തല തുറന്ന് ചിപ്പ് വെക്കാം. ചിപ്പ് കുരങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞു. ഇപ്പം ചില രോഗങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. തളർവാദം, പിന്നെ അൽസൈമേഴ്സ്, വറക്കുന്ന രോഗം, ഓർമ്മക്കുറവ്, ഇങ്ങനെയുള്ള ചില രോഗങ്ങളെയൊക്കെ ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇതിനെ ഗവേഷണം പൂർത്തീകരിച്ചിട്ടില്ല. രണ്ടാമതായിട്ട് ജനറ്റിക്, എന്തുകൊണ്ടാണ് മനുഷ്യന് പ്രായമാകുന്നത്, അപ്പൊ അതേപറ്റിയും ഗവേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ആയുസ് കുറേയേറെ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും എന്നാണ് ഇതിനെപ്പറ്റി പഠനം നടത്തുന്നവരും ഇതേപ്പറ്റി അറിവുള്ളവരും പറയുന്നത്. ഏതായാലും 10, 20, 25 വർഷങ്ങൾ കുറച്ചൊക്കെ ചികിത്സയിലും മറ്റ് കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വരും എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം പണ്ടില്ലാതിന് പല സൗകര്യങ്ങൾ ഇന്നിവിടെ ഉണ്ട്. പണ്ട് വിമാനം ഉണ്ടായിരുന്നില്ല. 150 കൊല്ലം മുമ്പ് വിമാനം ഉണ്ടായിരുന്നില്ല. ഒരു ഇലക്ട്രിക് കാറോ ട്രെയിനോ ഉണ്ടായിട്ട് അധികാരമായിട്ടില്ല. TV ആയിട്ട് അധികാരമായിട്ടില്ല. ഫോണായിട്ട് അധികാരമായിട്ടില്ല. അത് റേഡിയോ ഉണ്ടായിരുന്നത്. ഇങ്ങനെ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങള് വഴിയായിട്ട് ആധുനിക ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഇതിപ്പോ മനുഷ്യന് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. ഒന്നും കറണ്ട്, വെട്ടം. കുടിയേറി നാടുകളിൽ വെട്ടം ഉണ്ടായിരുന്നില്ല, കറണ്ട് ഉണ്ടായിരുന്നില്ല, മണ്ണെണ്ണ വെട്ടം ഉണ്ടായിരുന്നില്ല. രണ്ടാമതായിട്ട് മൊബൈലിലൂടെ മൊബൈലെല്ലാം ഫോണുകൂടെ ഇല്ലായിരുന്നു. അതിൽ നിന്ന് വിചാരിച്ച് കുറവുകളൊന്നുമില്ലാതെ അന്നത്തെ മനുഷ്യൻ ജീവിച്ചിരുന്നു. ഇന്നിപ്പോൾ അതില്ലാതെ കുട്ടികളടക്കം ആരെയും ജീവിക്കാൻ പറ്റുകയില്ല. കാരണം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അത് നോക്കുകയും ഒക്കെ ചെയ്യുന്നവരെയാണ് നമ്മൾ കാണുന്നത്. കാരണം അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇങ്ങനെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുന്നു. അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ 100 വയസ്സൊക്കെ ആകാനായിട്ട് സാധിക്കും. 150 ജീവിക്കുന്നവരുണ്ട്. എങ്കിലും നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആളുകളിൽ മനുഷ്യന്റെ ഇന്ത്യയിലെ ശരാശരി ആയുസ് 50 ഉണ്ടായിരുന്നുള്ളതാണ് പറയുന്നത്. ഇത് വർദ്ധിച്ചിപ്പോൾ 70-നും മുകളിലുണ്ട് ആവറേജ് ഏജ്. ഇത് സ്ത്രീകൾക്കാണ് 2% കൂടുതൽ പുരുഷന്മാരെക്കാളും. ഇങ്ങനെ ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ വഴിയായിട്ടും ജീവിത സൗകര്യങ്ങൾ വഴിയായിട്ടും ഇതുപോലെ മനുഷ്യന് ആഹാരം കഴിക്കാനുള്ള വക ഉണ്ടായതിൻ്റെയൊക്കെ പേരിൽ മനുഷ്യന്റെ
ആരോഗ്യവും ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ആയുസ്സുമൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇനിയും ഈ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വഴിയായിട്ട് ഇനിയും വർദ്ധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിൽ ഗവേഷണം നടത്തുന്നതിൽ പ്രധാനപ്പെട്ട വിഷയം എലോൺ മസ്ക് എന്ന് പറയും. ഈ ചിപ്പൊക്കെ വെക്കാനായിട്ട് അതുപോലെ ഏറ്റവും പ്രസിദ്ധനായ മെഡിക്കൽ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഈ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ ലേഖനത്തില് കൊളോസ്യൻസിലുള്ള ലേഖനം 1-ാം അധ്യായം 11-19 വാക്യങ്ങളിൽ യേശുവിനെ പറ്റി പറയുകയാണ്. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. അവൻ എന്ന് പറയുന്നത് ഈശോയാണ്, യേശുവാണ്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കുമുള്ള ആദിജാതനുമാണ്. ഇപ്പോൾ മനുഷ്യനായിട്ട് അവതരിച്ച വചനമായ ഈശോയെ പറ്റി മനോഹരമായിട്ട് കവിതാരൂപത്തില് കൊളോസ്യൻസിലുള്ള ലേഖനത്തില് പൗലോസ് അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപമാണ്. നമ്മൾ ദൈവത്തെ കാണുന്നത് ദൃശ്യമായിട്ട് അവതരിച്ച യേശു വഴിയാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. അപ്പോൾ യേശു ദൈവത്തിന്റെ എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു എന്ന് യേശു നമ്മോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ടൂടെ പറഞ്ഞിട്ട് അവൻ നമുക്ക് രക്ഷയും പാപമോചനവും അവനിലാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പാപമോചനം നൽകാനായിട്ട് അധികാരം ദൈവത്തിനാണ്. ദൈവത്തിന്റെ സുതൻ എന്നുള്ള നിലയിൽ, ഏകജാതനുള്ള നിലയിൽ രക്ഷകനായ യേശുവിനുള്ളതാണ്. ആ പാപത്തിന് അധികാരമാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭയിൽ അനുരഞ്ജനത്തിന്റെ കൂതാശ പരികരണം ചെയ്യപ്പെടുന്നത്. മനുഷ്യനായ യേശു പാപമോചകനും സൗഖ്യദായകനും ആണ്. ഈശോയുടെ കരുണാകരമായ സ്നേഹം അനുഭവിച്ചതാണ് തടവാദികൾക്ക്. പാപികൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. യേശുവിന് കഴിയും, ഇയാളെ നടത്താനായിട്ട് കഴിയും. ആ വിശ്വാസം ഉള്ള വ്യക്തികൾക്കാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുക. യേശു പലപ്പോഴും ചോദിക്കുന്നത് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ പലരും ഉത്തരം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. ആ വിശ്വാസത്തിന്റെ അനന്തരഫലമായിട്ടാണ് സൗഖ്യം ലഭിക്കുക. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മാവിനും ശരീരത്തിനും സൗഖ്യം ആവശ്യമാണ്. ഈ മനസ്സിന്റെ സൗഖ്യം ശരീര സൗഖ്യത്തിനും ആവശ്യമാണ്. പലപ്പോഴും രോഗങ്ങൾ വരുന്നത് മനസ്സിന്റെ സൗഖ്യം നഷ്ടപ്പെടുമ്പോഴാണ്. ഈ മനസ്സിന്റെ സൗഖ്യം നിലനിൽക്കണമെങ്കിൽ നമ്മുടെ വ്യക്തിബന്ധങ്ങള് 2 ഡയമെൻഷനാണ് നമ്മുടെ ജീവിതത്തിൽ. ഒന്ന് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം, നമ്മെ സൃഷ്ടിച്ച് കാത്തുപരിപാലിക്കുന്ന ജീവിതത്തിന്റെ ഓരോ ദിവസവും നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവവുമായിട്ടുള്ള ബന്ധം. രണ്ടാമതായിട്ട് നമ്മൾ സഹവസിക്കുന്ന, നമ്മൾ ജീവിക്കുന്ന വലുതോവസ്ഥകള്, കുടുംബം, വ്യക്തികള്, ഇതിലൊക്കെ തകർച്ചകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമുക്ക് വിഷമമുണ്ടാക്കും. ഒന്നുകിലും വിദ്വേഷം, അതുപോലെ വിരോധം, മറ്റുള്ളവരെ എങ്ങനെ താഴ്ക്കാമെന്നുള്ള ചിന്ത, ശത്രുത, അത് അടുത്ത ബന്ധങ്ങളിൽ വരെ വരാം. അതുകൊണ്ടാണ് കുടുംബങ്ങളിൽ പോലും മർദ്ദനവും കൊലപാതകവും ഒക്കെ ചുരുക്കം കുടുംബങ്ങളിൽ അരങ്ങേറാനായിട്ട് കാരണമാണ്. കാരണം മനുഷ്യന്റെ ഹൃദയം അസ്വസ്ഥമാകുന്നു, കലുഷിതമാകുന്നു. സ്നേഹത്തിലും കൂട്ടായ്മയിലും കഴിയേണ്ടവന്റെ ഹൃദയത്തിൽ അതിന് പകരമായിട്ട് അസ്വസ്ഥത, തിന്മ, വിദ്വേഷം, പക, വെറുപ്പ്, ശത്രുത എന്ന് വരുന്നു. പിന്നെ എങ്ങനെയാ സമാധാനം ലഭിക്കുക? അതുകൊണ്ട് മനുഷ്യന്റെ ഉള്ളു നന്നായിരിക്കണം. ആന്തരിക വിശുദ്ധിക്ക് യേശു എപ്പോഴും പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഹൃദയത്തിലും നന്മയുണ്ടായിരിക്കുക. നമ്മുടെ ഹൃദയത്തെ അങ്ങനെ ആക്കുക. ഒരു പ്രാർത്ഥന വഴിയായിട്ടും വചനങ്ങൾ വഴിയായിട്ടാണ് അങ്ങനെ ആക്കാൻ പറ്റുകയുള്ളൂ. മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് എതിരാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവനെതിരെ പ്രവർത്തിക്കാനായിട്ടുള്ള പകയും കെണികളൊക്കെ ആസൂത്രണം ചെയ്യാനായിട്ടുള്ള സാധ്യത മനുഷ്യരേറെയാണ്. അത് ലോകത്തിലുണ്ട്. മനുഷ്യർ തമ്മിലും കുടുംബങ്ങളിലും നമ്മൾ ഓരോ കുടുംബം പരിശോധിക്കുമ്പോൾ ഒരു കുറവില്ലാത്ത ഒറ്റ കുടുംബം കാണാൻ പറ്റില്ല. ഇപ്പൊ നല്ലൊരു വീട് പണിതോടെ നല്ല സെറ്റ്, ഒരു 3 സെറ്റിയോ അല്ലെങ്കിൽ 2 നിലയോ 2 നില കാണുന്നു. ആ ജീവിക്കുന്ന 2 പേര് തമ്മിൽ
ബന്ധങ്ങളില്ലെങ്കിൽ, സംസാരമില്ലെങ്കിൽ എന്ത് കുടുംബമാണ്? ഈശോയുടെ കുടുംബത്തിലേക്കാണ് തളർവാദരൂപി കൊണ്ടുവരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മാനസികമായ മനസ്സിന്റെ സ്വസ്ഥത. നമ്മൾ ജീവിക്കുന്ന പരലോകത്ത് മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് സ്നേഹത്തിന്റെ കൂട്ടായ്മയിലായിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ശരീരം, ഇത് രണ്ടും ബന്ധപ്പെട്ടതാണ്. ചില രോഗങ്ങളെ പറ്റി സൈക്കോസോമാറ്റിക് എന്ന് പറയാറുണ്ട്. ശരീരവും മനസ്സുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ മനസ്സ് എപ്പോഴും സ്വസ്ഥമായിരിക്കണം. ഈശോ തളർവാദരൂപിയോട് പറഞ്ഞിട്ട് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു, അവന്റെ ഹൃദയത്തിൽ നന്മയും ശുദ്ധിയും ലഭിച്ചു എന്നുള്ളതാണ്. എന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യന് അവൻ ആന്തരികമായിട്ടുള്ള ശാന്തത ലഭിച്ചു, സമാധാനം ലഭിച്ചു, ശാരീരികമായിട്ടുള്ള സൗഖ്യം ലഭിച്ചു, അവൻ എഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് യേശുവോട് പറയുകയാണ്, നീ കിടക്കയും എടുത്ത് നടക്കുക. നിന്നെ 4 മണി ഒന്നുകൊണ്ടാണല്ലോ വന്നത്. നീ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഈ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് തിരിച്ചു പോകാനാണ് യേശു പറയുന്നത്. അപ്പോൾ യേശു പാപങ്ങൾ മോചിച്ചു, അവന് ശാരീരികമായിട്ടുള്ള സൗഖ്യം നൽകി, ആത്മീയമായിട്ടുള്ള സൗഖ്യം നൽകി, അവനെ സൗഖ്യം ലഭിച്ച ഒരു പൂർണ്ണ വ്യക്തിയായിട്ട് പറഞ്ഞയക്കുകയാണ്. യേശുവിനെ പറ്റി ആരോപണം ഉണ്ടായിരുന്നു. യേശു പാപികളുടെ സ്നേഹിതനാണത്. ചുങ്കക്കാരിൽ ദുഃഖം പിരിക്കുന്നവരാ, നികുതി പിരിക്കുന്നവർ, അവരുമായിട്ട് സഹവസിക്കുകയും വീടുകളിൽ പോവുകയും ആധാരം കഴിക്കുകയും ചെയ്ത യേശുവിനെ ഇതിനെ പരീക്ഷന്മാർ കുറ്റപ്പെടുത്തുന്നു. പാപിനിയായ സ്ത്രീ എല്ലാവരുടെയും മനസ്സിൽ മറ്റുള്ളവർക്കെതിരെ ആനയെടുക്കാനും കുറ്റങ്ങൾ പറയാനും പരദൂഷണം പറയാനായിട്ടുള്ള സഹജമായ വാസനകളുണ്ട്. ഓരോ മനുഷ്യൻ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ പറ്റി ഇടിച്ചു താത്തിയാൽ എനിക്കെന്തോ മേന്മയുണ്ടാവുന്നു. എന്നാൽ യേശു പാപത്തെ വെറുത്തെങ്കിലും പാപികളെ സ്നേഹത്തോടെ പിടിച്ചുകൊണ്ട് നടന്നു. അതാണ് ഈ സംഭവങ്ങളിൽ കാരണം പാപിനിയായ സ്ത്രീയുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവിന്റെ സ്നേഹാത്രമായ കരുണാത്രമായ സ്നേഹമാണ് നമ്മുടെ മാതൃക. ഇവിടെ നമ്മൾ ക്ഷമിക്കുന്നവരാകണമെന്ന് വചനങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ കുറ്റപ്പെടുത്തുന്നത് ദൈവദൂഷണം പറയുന്നത്. ദൈവത്തിനല്ലാതെ പാപം മോചിക്കാനായിട്ട് അധികാരം ആർക്കാണുള്ളത്? അപ്പോൾ യേശുവിനെ ദൈവത്തിനായിട്ട് അംഗീകരിച്ചാലേ ഇത് മനസ്സിലാവും. അപ്പോൾ യേശു ദൈവത്തിനാണ്, പാപമോചനം കൊടുക്കാനായിട്ട് അധികാരമുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. അധികാരം എടുത്തു കാണിക്കാൻ വേണ്ടി യേശു പറഞ്ഞത് അതിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. യേശുവിന്റെ ഏകീകമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് സൗഖ്യങ്ങൾ നൽകുന്നത്, രോഗശാന്തി നൽകുന്നത്, കാഴ്ച നൽകുന്നത്, സൗഖ്യം നൽകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കിടക്ക സൗഖ്യത്തിന്റെ അടയാളമാണ്, സൗഹൃദത്തിന്റെ അടയാളമാണ്, വിശ്വാസത്തിന്റെ അടയാളമാണ്, സ്നേഹത്തിന്റെ അടയാളമാണ്. അപ്പോൾ യേശു നമുക്കെല്ലാവർക്കും ആവശ്യമുണ്ട്. സമഗ്രമായ സൗഖ്യ ആവശ്യമുണ്ട്. നമുക്ക് വെറുതെ കിട്ടുകയില്ല. നമ്മുടെ ഹൃദയവും മനസ്സിനെയൊക്കെ സ്വസ്ഥമാക്കുക, വിദ്വേഷവും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ മാറ്റുക, സ്നേഹത്തോടെ ക്ഷമിക്കുക, സൗഹൃദമായിട്ട് എല്ലാവരും പെരുമാറുക, തിരുത്തേണ്ടവരെ തിരുത്തുക. അപ്പോൾ നമുക്ക് സമഗ്രമായ സൗഖ്യം ലഭിക്കും. നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.